ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ജീവിതത്തിൽ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവർ ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലും എത്തിപ്പെട്ട് അവർ നിരുത്സാഹപ്പെടാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാറുണ്ട്. ഒട്ടനവധി കാരണങ്ങൾ, പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ വേണ്ടി അവർ നിരന്തരം പ്രയത്നിക്കാറുണ്ട്. യൂട്യൂബ് എന്നല്ല, സോഷ്യൽ മീഡിയയിൽ ഏതൊരു മേഖലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട്, നമ്മൾ മടി കൂടാതെ നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചാലേ നമ്മുടെ ലക്ഷ്യം എന്താണോ അത് നമുക്ക് നേടാൻ കഴിയുള്ളൂ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് തികച്ചും മോട്ടിവേഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ ചാനലിലുള്ള, അതായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇൻകം നേടുന്നുണ്ട്, യൂട്യൂബിൽ നിന്ന് വരുമാനം നേടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നേടുമ്പോൾ എന്നോട് അറിയിക്കാറുമുണ്ട്. പലവരും ഫസ്റ്റ് പേയ്മെന്റ് കിട്ടി വളരെയധികം സന്തോഷം എന്ന് പറയാറുണ്ട്. ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ആ ഒരു ഇൻകം കിട്ടുമ്പോൾ ഉള്ള സന്തോഷം. അതിനുശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇവിടെ ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്, ഇതൊന്ന് നോക്കി നോക്കണേ. എനിക്ക് ഇന്നലെ ഇൻകം കിട്ടിയപ്പോ പ്രിപ്പയർഡ് അല്ലായിരുന്നു, അതുകൊണ്ട് എന്റെ വേഷമൊക്കെ എന്താ പോലെ, അതുകൊണ്ട് ഫുൾ സ്ക്രീനിൽ കാട്ടുന്നില്ല. ഫാമിലി മെമ്പറാണ്. ആ സന്തോഷം ഒന്ന് കണ്ടു നോക്കൂട്ടോ. ഫസ്റ്റ് പേയ്മെന്റ് കിട്ടിയതിന്റെ സന്തോഷമാണ്. യൂട്യൂബിൽ നിന്ന് ഒരു വർഷം കഷ്ടപ്പാടിന്റെ വരുമാനം. ഇതിൽ ഇടാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെയൊക്കെ നിൽക്കാം. ഓക്കെ, അപ്പൊ ഇത് അവർക്ക് പേയ്മെന്റ് കിട്ടിയതിന്റെ സന്തോഷമാണ്. നമ്മുടെ ഫാമിലി മെമ്പറാണ്. സന്തോഷം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, ഇതുപോലെ ഞാനടക്കം യൂട്യൂബിൽ നിന്ന് പേയ്മെന്റ് ലഭിച്ച, ഓരോ കാര്യങ്ങളിൽ അച്ചീവ്മെന്റ് ലഭിക്കുന്ന ഓരോരുത്തർക്കും വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെ തുള്ളിച്ചാടി. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അമേരിക്കയിൽ നിന്നുള്ള റവന്യൂ, അതായത് ഡോളർ നമ്മുടെ ഇന്ത്യൻ പണമായിട്ട് കൺവേർട്ട് ചെയ്ത് ഒരു വരുമാനം നമുക്ക് ലഭിക്കുക എന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ കരുതാത്ത ഒരു കാര്യമാണ്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് യൂട്യൂബിലോട്ട് വരുന്ന ഓരോരുത്തരും. അവരെല്ലാവരും യൂട്യൂബിലോട്ട് ഉറ്റുനോക്കുന്നത് ഒരു വരുമാനം കിട്ടിയാൽ. പലവരും പറയാറുണ്ട്, എനിക്ക് കൂടുതലൊന്നും വേണ്ട, ഒരു 2000 രൂപ വരുമാനം, 1000 രൂപ 2000 രൂപ വരുമാനം കിട്ടിയാൽ മതി എന്ന് പറയാറുണ്ട്. അപ്പൊ ഞാൻ പറയും, അതൊരിക്കലും നടക്കില്ല, നിങ്ങൾക്ക് 2000 രൂപ കിട്ടില്ല. അതെന്താ വെച്ചാ, നിങ്ങൾക്ക് യൂട്യൂബിന്റെ വരുമാനം എന്ന് പറയുന്നത് $100 ആദ്യത്തെ വരുമാനം കിട്ടുക, അത് 8000ന്റെ മേലെ ഉണ്ടാവും എന്ന് പറയും. ഓ, അങ്ങനെയാണോ? അതായത് ഈ 2000 മതി, 3000 മതി, അങ്ങനെ വിചാരിച്ചിട്ട് യൂട്യൂബിലോട്ട് വന്നിട്ട് കാര്യമില്ല. എപ്പോഴും നമ്മൾ $100, യൂട്യൂബേ നമുക്ക് $100 തരുള്ളൂ. അപ്പൊ ഞാൻ എപ്പോഴും ചെറിയ തുകയ്ക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കേണ്ട, വലിയ തുകയ്ക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കൂ. എപ്പോഴും യൂട്യൂബിലോട്ട് വരുന്നവരോട് ഞാൻ എല്ലാ വർക്കും ചെയ്തു കൊടുക്കാറുണ്ട്. സബ് ചെയ്ത് കൊടുക്കാറുണ്ട്, വാച്ച് അവർ ചെയ്ത് കൊടുക്കാറുണ്ട്, മോണിറ്റൈസേഷൻ ചെയ്ത് കൊടുക്കാറുണ്ട്, ആഡ്സൻസിന്റെ ഇഷ്യൂസ് സോൾവ് ചെയ്ത് കൊടുക്കാറുണ്ട്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇതുപോലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫാമിലിയുടെ ഒരു ഐക്യം, അവർ നമുക്ക് തരുന്ന സപ്പോർട്ട്, അതെല്ലാം കൊണ്ട് തന്നെയാണ് വീഡിയോ, യൂട്യൂബിൻ്റെ A to Z കാര്യങ്ങൾ, സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോ മാറ്റങ്ങളെല്ലാം നമ്മുടെ ഫാമിലിയുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ നോക്കാറുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള സന്ദർഭം, അതായത് ഈ ഫസ്റ്റ് അച്ചീവ്മെന്റ് 1000 സബ്സ്ക്രൈബ് തയ്ച്ചാൽ ഒരു സന്തോഷമാണ്. അതുപോലെ വാച്ച് അവർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതും വലിയൊരു സന്തോഷമാണ്. അപ്ലൈ ചെയ്ത് മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിലേറെ സന്തോഷം വേറെയില്ല. കാരണം ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ഇടുന്ന വീഡിയോസിൻ്റെ, നമ്മൾ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ചാനലിൽ പഴയ വീഡിയോ ഓടിയാലും ശരി, പിന്നെ അവിടെ തന്നെ ഇടുന്ന വീഡിയോസ് ഓടിയാലും ശരി, നമുക്ക് റവന്യൂ കിട്ടും. ഓക്കെ, മോണിറ്റൈസേഷൻ ആയ ശേഷമേ റവന്യൂ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് വലിയ വരുമാനമൊന്നും കിട്ടില്ല. നമ്മുടെ ചാനൽ ഫുൾ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാലാണ് നമുക്ക് റവന്യൂ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ എഫേർട്ട് ഇടുന്നതിനനുസരിച്ച് നമുക്ക് കാശ് കിട്ടും. പിന്നെ നമ്മൾ വിശ്രമിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ, അവിടെ നിന്നിട്ടാണ് നമ്മുടെ ഫാമിലിയെ എൻഗേജ്ഡ് ആക്കി ഇരുത്തേണ്ടതും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യേണ്ടതും. ഇവർ ഒരു വർഷം, ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന ആ മാഡം 1 വർഷത്തോളം കഷ്ടപ്പെട്ട് ആ 1 വർഷം തേഞ്ഞതിന് പിറ്റേ ദിവസം തന്നെ അവർക്ക് പേയ്മെന്റ് കിട്ടി. ഒരുപാട് പേര് അവരിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഉറ്റ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് പേയ്മെന്റ് ഒന്നും കിട്ടില്ല, എന്താ ഞാൻ അങ്ങനെയാണെങ്കിൽ തോയിച്ചാവും, അങ്ങനെയൊക്കെ എന്തോ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയണം. ഓക്കെ, അതൊക്കെ കോമഡി പോലെ പറഞ്ഞിട്ടുണ്ടാവാം. ഇപ്പൊ അവര്, ആ ഫ്രണ്ട് ഇവരിനെ കണ്ട ഒളിഞ്ഞു നടക്കുകയാണ് അത്ര. കാരണം ഒരാളെയും ചെറുതായി കാണാൻ പറ്റില്ല. അത് സമൂഹത്തിൽ ഏതൊരു വ്യക്തിയെയും നമ്മൾ ചെറിയ കണ്ണോടുകൂടി കാണാൻ പാടില്ല. അവർ നാളെ ആരായി തീരുമെന്നും നമുക്ക് പറയാൻ കഴിയില്ല. അവരാൽ നമുക്ക് എന്തൊക്കെ ഉപകാരങ്ങൾ കിട്ടുമെന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഒരാളെയും മോശമായിട്ടോ, നമ്മൾ ചെറിയ കണ്ണോടുകൂടി ഇവൻ ഒന്നിനും കൊള്ളാത്തവനാണ്, ഇവനെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്നൊന്നും ആരെയും നമ്മൾ കുറ്റപ്പെടുത്താനോ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാനോ പാടില്ല. നാളെ അവരെന്തായി തീരുമെന്നോ നമുക്ക് ഒന്നും പറയാൻ സാധിക്കില്ല. കാരണം വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അന്നൊക്കെ അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും, അന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിലൊരു മുറിവായി കിടക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതൊരിക്കലും അവരുടെ മനസ്സിൽ നിന്ന് മാറില്ല. ചില്ല് കണ്ണാടി അത് കുത്തി പൊട്ടിച്ചിട്ട് എത്ര തന്നെ നമ്മൾ ഒപ്പിച്ചിട്ട്, അതായത് ഒപ്പമാക്കാൻ നോക്കിയാലും അതിൻ്റെ ആ ഒരു പഴയ പൂർണ്ണത കിട്ടത്തില്ല.
ഓക്കെ, അതേപോലെയാണ് ഒരാളിനെ നമ്മൾ വാക്കുകൊണ്ടായിക്കോട്ടെ എന്തെങ്കിലും ഒരു കാര്യം അവരുടെ മനസ്സിൽ തട്ടുന്ന പോലെ നമ്മൾ എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു ക്രാക്ക്, അതായത് ആ വെള്ളിച്ച എപ്പോഴും അവരുടെ മനസ്സിലുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ ആരെയും മുറിവേൽപ്പിക്കാതെ തന്നെ നമ്മുടെ സ്വന്തം കഴിവിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ യൂട്യൂബിലായിക്കോട്ടെ ഏതൊരു മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ മറ്റുള്ള ഒരാൾക്ക് ദോഷം ചെയ്യില്ല എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ 100% നമുക്ക് സാറ്റിസ്ഫിക്കേഷനോടുകൂടി തന്നെ നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ, യൂട്യൂബ് എന്നൊക്കെ പറയുന്നത്. മറ്റുള്ളവർക്ക് നമ്മൾ ഒരു ദോഷം ചെയ്യുന്നില്ല. നമ്മുടേതായിട്ടുള്ള അഭിപ്രായം, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടേതായിട്ടുള്ള കഴിവുകൾ എല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ ഫേസ്ബുക്ക് ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ ഇതിലെല്ലാം നമ്മൾ കൊണ്ടുപോയി ഇടുന്നു, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്നു. ഇതിൽ നിന്ന് കിട്ടുന്ന റീച്ച്, ഇതിൽ നിന്ന് കിട്ടുന്ന ഫോളോവേഴ്സ്, ഇവർ തന്നെയാണ് നമ്മുടെ ഫാമിലി, ഇവർ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ കൂട്ടായ്മ എന്ന് പറയുന്നത്. കാരണം ഇവരുണ്ടെങ്കിലേ നമ്മളുള്ളൂ. എന്താന്ന് വെച്ചാൽ നമ്മളുടെ കാര്യങ്ങൾ കേൾക്കാനും നമ്മളെ ഒരു കുടുംബത്തെ ഒരു അംഗമായി പരിഗണിക്കാനും ഇങ്ങനെയുള്ള ഓരോരുത്തരും അണിചേർന്ന് ഇങ്ങനെ 10,000, 50,000, 1,00,000 ഇങ്ങനെയൊക്കെ ആയി, ചിലപ്പോൾ 1,000,000 ഇങ്ങനെയൊക്കെ ആയി മാറുമ്പോൾ ഇത് നമ്മുടെ അച്ചീവ്മെൻ്റ് ആണ്. നമ്മൾ പ്രവർത്തിക്കുന്ന മൂലമാണ് നമുക്ക് വരുന്നത്. നമ്മൾ യൂട്യൂബിലോട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോട്ട് കൺസിസ്റ്റൻസിയായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഫാമിലി ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏതൊരു പ്രതിസന്ധി വന്നാലും നിങ്ങൾ തളരാതെ, മടി പിടിക്കാതെ. ഏറ്റവും വലിയ നമ്മളുടെ വിജയത്തിൻ്റെ ശത്രു എന്ന് പറയുന്നത് മടിയാണ്. സമയമില്ലായ്മയൊന്നും അല്ല, മടി. ആ മടി ഉണ്ടായാൽ തന്നെ സമയമില്ലായ്മയൊക്കെ ഒരു കാരണമാക്കി കാണും. അപ്പോൾ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ യൂട്യൂബിലോട്ട് വീഡിയോസ് ഇടാൻ പറ്റാത്തത് എനിക്ക് മടിയായിട്ടല്ല, നമ്മുടെ ഫാമിലിയുടെ ഒരുപാട് വർക്കുകൾ പെൻഡിങ് ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കുന്ന സമയമടക്കം ഞാൻ അതിലിരുന്ന് ചെയ്യാണ്. കാരണം അവർ എന്നെ വിശ്വസിച്ച് പേയ്മെൻറ്റ് തന്നതാണ്. അപ്പോൾ എനിക്കത് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആ സോൾവ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവർക്കത് ടെൻഷനാകും. കാരണം ഓരോ പ്രോബ്ലം നിലനിൽക്കെ അത് അവർക്ക് സോൾവ് ആകുന്നില്ലെങ്കിൽ അത് വലിയൊരു ടെൻഷനാണ്. അപ്പോൾ സാധാരണ ഓരോ പ്രോബ്ലം സോൾവ് ആകുമ്പോൾ 2 ആഴ്ച, 3 ആഴ്ച, 1 മാസം, 2 മാസം വരെയൊക്കെ എടുക്കാവുന്ന സ്ഥിതിയുണ്ട്. ഇങ്ങനെ യൂട്യൂബിൻ്റെ റിപ്ലൈ കിട്ടണം, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ്. നമ്മൾ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ കാര്യങ്ങളും സോൾവ് ചെയ്ത് കൊടുക്കുന്നത്. പലവടിയും പോയിട്ട് പൈസ പോയി പറഞ്ഞിട്ട്, ഇതിപ്പോൾ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ 2 മിനിറ്റ് മുമ്പ് അടക്കം ഒരു ബ്രോ 2,000 രൂപ വേറൊരാൾക്ക് കൊടുത്തു, ആ പ്രോബ്ലം സോൾവ് ആയില്ല, ബ്ലോക്ക് ചെയ്തു എന്ന്. അവർ പൈസയും വാങ്ങിയ ശേഷം പ്രോബ്ലം സോൾവും കൊടുത്തില്ല, റീഫണ്ടും കൊടുത്തില്ല, ബ്ലോക്ക് ചെയ്തു. നമ്മളോടത് എത്ര ഫാമിലി വന്നിട്ട് പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്, പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ റീഫണ്ട് ചെയ്യും. നമുക്കിവിടെ ബ്ലോക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന പൈസയ്ക്ക് ഞാൻ നിങ്ങൾക്ക് വർക്ക് തന്നില്ലെങ്കിൽ ആ പൈസ ഞാനും എൻ്റെ മക്കളും എൻ്റെ കുടുംബമൊക്കെ അതിൽ കഴിയുന്നതാണ്. നിങ്ങൾ തരുന്ന ആ ഒരു പൈസയിൽ നമ്മുടേതായിട്ടുള്ള ഫാമിലി അടക്കം കഴിയുന്നതാണ്. ഒരു പൂർണ്ണതയില്ലാതെ, അതായത് പൊരുത്തമില്ലാത്ത ഒരു കാര്യവും എനിക്ക് നിർബന്ധമാണ് എൻ്റെ കുട്ടികളോ എൻ്റെ വൈഫോ എൻ്റെ രക്ഷിതാക്കളോ കഴിക്കരുത് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കാര്യം അവർക്ക് തൃപ്തി അല്ലെങ്കിൽ അവർ വർക്ക് തന്നിട്ട് അവർക്ക് പൂർണ്ണമായി ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ റീഫണ്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ മാന്യത. ഓക്കെ, ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചെയ്തു കൊടുക്കാൻ കഴിയും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് നമ്മുടെ ഫാമിലി ഒരുപാട് പേര് നമ്മളോട് വർക്ക് ഏൽപ്പിക്കാറുള്ളത്. ഒട്ടനവധി പേരുടെ വർക്ക് നമ്മൾ സോൾവ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോഴും 10, 65, 70 മെയിൽ എൻ്റെ ലാപ്ടോപ്പിലുണ്ട്. കാരണം ഇതൊക്കെ ഓരോ സ്റ്റെപ്പ് ബൈ ആയിട്ടുള്ള പ്രോഗ്രസ് ആണ്. ഒറ്റയടിക്ക് ഒരു സ്വിച്ച് തീരുന്ന പ്രശ്നങ്ങളല്ല. ഇത് സ്റ്റെപ്പായിട്ട് വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന് ചെയ്തു കൊടുക്കേണ്ട ഓരോ പ്രൊസീജിയറാണ്. അതെല്ലാം നമ്മുടെ ഫാമിലി വർക്ക് തരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫാമിലി എന്താണ്, ഒരു തെറ്റ് സംഭവിക്കാണ്ട് എൻ്റെ ചാനലിൽ പൈസ വരുന്ന വരെയുള്ള എല്ലാ സെറ്റിങ്സും ഒക്കെ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളോട് ഏൽപ്പിക്കാറുള്ളത്. അത് അവരുടെ വിശ്വാസം. ആ വിശ്വാസം നിലനിർത്തുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ ആരൊക്കെ വർക്ക് എടുക്കുന്നുണ്ട്, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും സർവീസ് ഒക്കെ ചെയ്യുന്നുണ്ടോ, ഒരിക്കലും നമ്മളെ വിശ്വസിച്ച് വരുന്നവരെ ഒരിക്കലും പറ്റിക്കാൻ പാടില്ല. നമ്മൾ കൃത്യമായ ഒരു കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം, കൃത്യമായ സർവീസും ചെയ്തു കൊടുക്കണം. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണതയിൽ എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അഥവാ സാധിച്ചില്ലെങ്കിൽ പൈസ തിരിച്ചു കൊടുത്ത് നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാം. പൈസ തന്നിട്ടാണ്, അപ്പോൾ ആ പൈസ തിരിച്ചു കൊടുക്കുക. ഓക്കെ, പിന്നെ ഒരാളുടെയും വാക്കുകൾ കേൾക്കേണ്ട, അതിക്രമിച്ചിട്ടുള്ള വാക്കുകൾ കേൾക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കില്ല. ചിലവർ പറയും പൈസ തന്നിട്ടല്ലേ തന്നോട് ഇങ്ങനെ പറയുന്നത്, പൈസ തന്നിട്ടല്ലേ ഞാനത് ചോദിക്കുന്നത്, അങ്ങനെയൊക്കെ പറയുമ്പോൾ വേറെ റീഫണ്ട് ചെയ്ത് ഒഴിവാക്കുക. കാരണം അവർക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ മൂല്യം കാണുന്നത് അവർ പൈസ തന്നിട്ടേ അല്ലേ എന്നുള്ള അധികാരമാണ്. അങ്ങനെ ആ അധികാരം കാണിക്കുന്നവർക്ക് നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ആ ഒരു അധികാരം നമ്മുടെ മേലെ നിക്ഷിപ്തമാക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പൈസ തന്നാൽ എല്ലാം തീർന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും എന്ന് വിചാരിക്കുകയാണെങ്കിലും
അധികാരം നമ്മുടെ മേലെ സ്ഥാപിക്കാൻ വരികയാണെങ്കിൽ നമുക്കത് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ നല്ല സത്യസന്ധമായി നല്ല വിശ്വാസത്തോടുകൂടി ഒരിക്കലും പറ്റിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. യൂട്യൂബിലോട്ട് വരുമ്പോൾ, സോഷ്യൽ മീഡിയയിലോട്ട് വരുമ്പോൾ നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് വ്യൂസ് കുറയും, ചിലപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ്സ് കുറഞ്ഞു വന്ന് വരും. യൂട്യൂബിൻ്റെ അൽഗോരിതം, ഫേസ്ബുക്കിൻ്റെ അൽഗോരിതം ഇതെല്ലാം ചേഞ്ചസ് വരുമ്പോൾ ചില പർട്ടിക്കുലർ ടൈം വരെ, കുറച്ച് ടൈം വരെയൊക്കെ ഇതെന്താവും, ഈ അൽഗോരിതം സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇട്ടാലൊന്നും വ്യൂസ് വരില്ല. സാധാരണഗതി നമുക്ക് ഭ്രാന്താവും എന്നുള്ള ഒരു അവസ്ഥ വരും. കാരണം വ്യൂസ് ഒന്നും ഇല്ലാണ്ടാവുമ്പോൾ നമ്മൾ വിചാരിച്ച ഏണിങ്സ് ഒരു മാസം അച്ചീവ്മെന്റ് ചെയ്യാൻ സാധിക്കാണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ടെൻഷൻ വരും. അപ്പം അങ്ങനെയൊന്നും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഇതിൻ്റെ അൽഗോരിതം വീണ്ടും റിക്കവർ ചെയ്ത് പൂർണ്ണ രൂപത്തിലെത്തും. നിങ്ങൾക്ക് വിചാരിച്ച പോലെ വ്യൂസ് വരും, നിങ്ങൾക്ക് ഓഡിയൻസ് വരും, നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള ഡോളർ ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ കാണിച്ചു തന്നതും അതുപോലെ ഈ ഏണിങ്സ് ഒക്കെ ലഭിച്ചവരുടെ ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. മാസം മാസം പേയ്മെൻറ്റ് കിട്ടി, ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയിട്ട് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് നമ്മളെ കൊണ്ട് സാധിക്കുമെന്നുള്ള ചിന്താഗതി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതോ മറ്റുള്ളവർ കളിയാക്കുമെന്ന് വിചാരിച്ചിട്ടോ മറ്റുള്ളവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നൊക്കെ കരുതിയിട്ടൊന്നും ഇതിൽ ഇറങ്ങാണ്ടിരിക്കേണ്ട. നമ്മൾ തീർച്ചയായിട്ടും പൂർണ്ണതയോടുകൂടി ഇറങ്ങുക, ഇതെല്ലാം പഠിക്കുക. അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മളും എൻ്റെ സഹോദരങ്ങളും എന്നുമായി ബന്ധപ്പെട്ട് ഇതുപോലെ യൂട്യൂബ് റിലേറ്റഡായി പറയുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അവരുടെയൊക്കെ വീഡിയോ കണ്ടിട്ട് ഉചിതമായിട്ടുള്ള കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. എൻ്റെ തന്നെ കണ്ടിട്ട് അപ്ലൈ ചെയ്യൂ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ സംസാരത്തിലൂടെ അവർ പറയുന്ന പ്രവണത നിങ്ങളുടെ വീഡിയോയിൽ അപ്ലൈ ചെയ്തിട്ട് ഏതാണ് നിങ്ങൾക്ക് സക്സസ് ആവാൻ ഉപകരിക്കുന്നത് അത് നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, ഒരിക്കലും എന്നെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറയില്ല. ഒരുപാട് സെർച്ച് ചെയ്യുക, യൂട്യൂബിൽ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിച്ച് നിങ്ങളുടെ ചാനലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ സക്സസ് ആവാൻ നോക്കുക. സക്സസ് ആയാൽ തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹിച്ചിട്ടുള്ള കാറായിക്കോട്ടെ, വീടായിക്കോട്ടെ, ലൈഫ് ആയിക്കോട്ടെ എല്ലാം സക്സസ് കളർഫുള്ളായിട്ടുള്ള ഒരു ജീവിതമായി മാറും. ഇത് 100% ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിച്ചിട്ട് യൂട്യൂബിലോട്ട്, സോഷ്യൽ മീഡിയയിൽ നല്ല നല്ല കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഒരാളുടെയും അടിമ പോലെയോ ഒരാൾ നമ്മുടെ തലയിൽ ഇരുന്ന് ഭരിക്കണ പോലെയോ ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ ബോസും എല്ലാം നമ്മളാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മളിൽ നിക്ഷിപ്തമാണ്. ഞാൻ ചെയ്ത എനിക്കാണ് ബെനിഫിറ്റ്. എൻ്റെ മേലെ പറയാൻ ഒരാളില്ല. എന്ത്, നീ ഇന്ന് വീഡിയോ ചെയ്യണം, ഇന്ന് ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ നിനക്ക് പനിഷ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ നിന്നെ ഔട്ടാകുന്നതാണ്, ഈ ജോലിയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്, ഇങ്ങനെ പറയുമ്പോൾ ഒരാളുമില്ല. ഇവിടെ ബോസ് എല്ലാം നമ്മളാണ്. അപ്പോൾ ഇത് എന്നും മനസ്സിൽ ഉദിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു കാര്യമായിരിക്കണം. സമയം ഉണ്ടാക്കണം. വീട്ടിലൊക്കെ ആകുമ്പോൾ പലപ്പോഴും അലസത നിങ്ങളെ പിടികൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു അലാറം സെറ്റ് ചെയ്യുക മൊബൈലിൽ. ഇന്ന ടൈമിൽ ഞാൻ വീഡിയോ എടുത്തിരിക്കും. കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഒരു 4-5 കണ്ടന്റൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് ഷെഡ്യൂൾഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില സമയങ്ങളിൽ വല്ല കല്യാണമോ വല്ല ഫംഗ്ഷനോ വല്ല ഹോസ്പിറ്റൽ കേസോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പുറത്ത് പോകേണ്ട വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വിദേശ യാത്ര എന്തെങ്കിലും പോയി വരികയാണെങ്കിൽ ഈ വീഡിയോ ഷെഡ്യൂൾഡ് ചെയ്തിട്ട് ഒരു 5-6 വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഫാമിലിക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുക. യൂട്യൂബിൽ, സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ അതെല്ലാം കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക. നമ്മുടെ ഫാമിലിക്ക് എന്നും വീഡിയോസ് കൊടുക്കാൻ നോക്കുക. എന്നിരുന്നാൽ നമുക്ക് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് യൂട്യൂബിൽ, സോഷ്യൽ മീഡിയയിലൊക്കെ വിജയിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉൾക്കൊള്ളണം. ഇത് തീർച്ചയായിട്ടും യൂട്യൂബിൽ വിജയിക്കാൻ, സോഷ്യൽ മീഡിയയിൽ വിജയിക്കാൻ അനിവാര്യമാണ്. കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുക, നല്ല നല്ല തമ്പനിയിൽ ഇടുക, നല്ല നല്ല ടൈറ്റിൽ ഇടുക, ഫാമിലിക്ക് റിപ്ലൈ കൊടുക്കാൻ നോക്കുക. ഒരുപാട് തിരക്കുള്ള ആളുകളൊക്കെ ആയിരിക്കാം, എന്നാലും പരമാവധി റിപ്ലൈ കൊടുക്കാൻ നോക്കുക. കമൻറ്റിനായിക്കോട്ടെ, നിങ്ങൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിപ്ലൈ കൊടുക്കാൻ നോക്കുക. ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു യൂട്യൂബ് എൻ്റേതായിട്ടുള്ള ജോലിയും കാരണമാണ് എനിക്ക് അധികം റിപ്ലൈ കൊടുക്കാൻ സാധിക്കാത്തത്. അതിന് ഒരുപാട് പേര് നല്ല നല്ല വാക്കുകളൊക്കെ പറയാറുണ്ട് കമൻ്റായിട്ട്. എന്ത് ഡാ പോടാന്നൊക്കെ പറഞ്ഞ് നീ ആരാടാന്നൊക്കെ പറയാറുണ്ട്. പിന്നെ അതോ ചെറുതായിട്ടപ്പോൾ പറഞ്ഞുള്ളൂ, ഒന്നും കാണാണ്ടായി അതിൽ കൂടുതലും ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. അപ്പോൾ എനിക്ക് യാതൊരു വിരോധമില്ല. കാരണം നിങ്ങളുടെ സ്ഥാനത്ത് ചിലപ്പോൾ ഞാനാണെങ്കിലും കുറേ മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ കിട്ടാണ്ടായി കഴിഞ്ഞാൽ ഞാനും അമർഷം രേഖപ്പെടുത്തും. അപ്പോൾ എൻ്റേതായിട്ടുള്ള വ്യക്തിത്വം എങ്ങനെയാണോ ആ ഒരു രീതിയിലായിരിക്കും ഞാനും അമർഷം രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ എനിക്ക് തരുന്ന ആ കമൻറ്റ് നിങ്ങളുടെ വ്യക്തിത്വം എങ്ങനെയാണോ അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള വ്യക്തികളാണ് അത്തരം മോശമായിട്ടുള്ള പ്രവണതയൊക്കെ, അങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുള്ളൂ. അതിൽ എനിക്ക് വിരോധമില്ല. കാരണം എനിക്ക് സാധിക്കുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതൊക്കെ. അപ്പോൾ ഇങ്ങനെ സാധിക്കുന്നില്ലാത്തത് കൊണ്ടാണ് റിപ്ലൈ തരാത്തത്. അല്ലാണ്ട് വേറെ മനഃപൂർവ്വം റിപ്ലൈ തരരുത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുക. സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുമ്പോൾ ഇതുപോലെ ബാഡ് കമൻറ്റുകൾ ഒരുപാട് വരും. അതൊന്നും നിങ്ങൾ മൈൻഡ് കൊള്ളണ്ട. കാരണം ബാഡ് കമൻറ്റുകളും ബാഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലേ നിങ്ങളുടെ വളർച്ച ഒന്നും കൂടി ത്വരിതപ്പെടുകയുള്ളൂ. അത് എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. മുമ്പൊക്കെ നമുക്ക് ഇതുപോലെ ബാഡ് കമൻറ്റ് വന്നപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ടീവ് ഉണ്ടായി. ആ സപ്പോർട്ടീവിൽ നിന്ന് നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും. ഓക്കെ, നമ്മൾ
ഒരാൾ, രണ്ടാൾ, മൂന്നാൾ നമ്മളെ തെറ്റ് പറയുമ്പോൾ ബാക്കി 97 പേരും നമ്മളെ നല്ലത് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത് അവിടെ എന്താണ്? 97 പേര് പറഞ്ഞ നല്ല കാര്യങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഈ 3 പേര് കാര്യങ്ങൾ ഒന്നുമല്ല. ഓക്കെ, ഒരു തിരമാല അടിക്കുമ്പോൾ 1-2 തുള്ളി നമ്മുടെ മേലെ വന്നു പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ആ തിരമാലയാണ് ഏറ്റവും വലിയ ശക്തി. ഇത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക, മോട്ടിവേഷനായിട്ട് ഇരിക്കുക, എപ്പോഴും പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി ചിന്തിക്കുക, മറ്റുള്ളവരുടെ നെഗറ്റീവ് കാര്യങ്ങൾ ഇടപെടാതിരിക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടാതിരിക്കുക, മറ്റുള്ളവർ എത്തരത്തിലാണ് ഇങ്ങനെ നേടുന്നത് അങ്ങനെ ചിന്തിച്ചാൽ അവരുടെ കാര്യങ്ങൾക്ക് സക്സസ് ആവാൻ വേണ്ടി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. നമ്മൾ സക്സസ് ആവാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് എന്താ ചെയ്യേണ്ടത്? എൻ്റെ ചാനലിന് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ലൈഫിന് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇതിൽ നിന്ന് വരുമാനം കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒരു പേപ്പറിലൊക്കെ എഴുതി വെച്ച് രാവിലെ എണിച്ച് നോക്കുമ്പോൾ കാണുന്ന പോലെ നല്ലൊരു മോട്ടിവേഷൻ ടിപ്പൊക്കെ എഴുതി വയ്ക്കുക. എനിക്ക് ഇന്ന ഡേറ്റിനുള്ളിൽ ഇന്നത് അച്ചീവ്മെൻറ്റ് ചെയ്യണം. 1000 സബ്സ്ക്രൈബർ ഞാൻ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടാണെങ്കിൽ ശരി, ഈ ഒരു മാസം കൊണ്ട് തന്നെ ഞാൻ 1000 വീഡിയോ തയ്ക്കും. ഇങ്ങനെയൊക്കെ ഒരു അച്ചീവ്മെന്റ് എഴുതി വെക്കുക. ഇതെല്ലാം വിജയത്തിലേക്കുള്ള ഒരു കാൽവെപ്പാണ്. ഓക്കെ, സാധിച്ചില്ലെങ്കിൽ വേണ്ട, അടുത്ത മാസം നമ്മൾ വീണ്ടും ട്രൈ ചെയ്യും. ട്രൈ ചെയ്യുന്നതിൽ പ്രാക്ടീസ് അതിലൂടെ തന്നെയാണ് വിജയം. അത് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, ടൈറ്റിൽ ആയിക്കോട്ടെ, തമ്പനിയിലായിക്കോട്ടെ, ഫസ്റ്റ് തുടക്കത്തിൽ ഏതൊരു വ്യക്തിയും ഇപ്പോൾ അടിപൊളിയായിട്ട് ചെയ്യാൻ സാധിക്കില്ല. ഒരു പ്രൊഫഷണൽ ഒരാൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ വേണ്ട, നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന പോലെ അട്രാക്ഷൻ ആക്കാൻ നോക്കുക. ഓക്കെ, പരമാവധി നിങ്ങൾ ആക്കാൻ നോക്കുമ്പോൾ ഈ പരമാവധി നിങ്ങളുടെ ഈ ചിന്തയുണ്ടല്ലോ, പരമാവധി ഇത് എല്ലാ വീഡിയോയിലും അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള സ്കില്ല് വളർന്നുകൊണ്ട് വരും. അത് നിങ്ങൾ പോലും അറിയില്ല. അപ്പോഴാണ് നിങ്ങൾക്ക് വ്യൂസ്, സബ്സ്ക്രൈബ്സ്, നിങ്ങൾക്ക് നമ്മുടെ ഫാമിലി മെമ്പറൊക്കെ ഒരുപാട് ബിൽഡപ്പ് ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊന്നും മറക്കരുത്. ഈ വീഡിയോ ഉപകാരമായി നിങ്ങളുടെ ഫ്രണ്ട്സിനായി ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല നല്ല വീഡിയോ ഈ ചാനലിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.